എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റും അതുപോലെ തന്നെ ലെയറുകളുമുള്ള ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. പൊറോട്ട ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. കഴിക്കാനായിട്ട് ഒരുപാട് ലെയറുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് കുഴയ്ക്കുന്നത് ഇളം ചൂടുള്ള പാലിലാണ്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ ഏകദേശം 1.25 കപ്പ് ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മാവ് ഒരുപാട് ലൂസാകാനും പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല. ആ ഒരു പരുവത്തിൽ ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അരമണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു മാവ് കിട്ടും. അപ്പോൾ ഞാനിത് കവർ ചെയ്ത് ഇത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇതിലെ ഗ്ലൂട്ടനൊക്കെ ഇറങ്ങിയിട്ട് ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനിപ്പം ഈ ഒരു മാവ് കുഴയ്ക്കുന്നതും അതുപോലെ തന്നെ പരത്തുന്നതും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി പലകയിലും ഇത് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് മാവുള്ളത്. നമ്മൾ പാലൊഴിച്ച് കുഴച്ചത് കാരണം. ഇനി പാലിന് പകരം നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളത്തിലും ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഉരുളയാക്കുമ്പോൾ ചപ്പാത്തിയെക്കാട്ടിലും കുറച്ചുകൂടി വലിയ സൈസിലുള്ള ഉരുളകളാക്കി മാറ്റുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമുക്കിത് ലെയറുകളുള്ള ചപ്പാത്തിയാക്കി മാറ്റാം. അപ്പോൾ ആദ്യം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് എണ്ണ കുറച്ചെടുത്തൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ഡയറ്റ് കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി തന്നെ ഇട്ടിട്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് പല രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കാണിക്കുന്നത് ഒരു ത്രികോണ രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം മടക്കുമ്പോഴും അതിന് മുകളിലായിട്ട് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ നല്ല ലെയറുകളായിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ പരത്തി കൊടുത്തിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇതിന് മുകളിലായിട്ടും കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ ട്രയാങ്കിളും സ്ക്വയറുമാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് പൊടി കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരുപാടങ്ങ് തിന്നാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയായിരുന്നാലും ഇത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പല രീതിയിൽ പല ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഇത് വീണ്ടും വീണ്ടും ഫോൾഡ് ചെയ്ത് എണ്ണയിട്ട് ഫോൾഡ് ചെയ്തും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനി നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇത് ലെയറുകളുള്ളത് കാരണം ഇതുപോലെ നമ്മൾ ഇടുമ്പോഴേ ഇത് പൊങ്ങി ഇങ്ങനെ വരും. അപ്പം കുറച്ച് എണ്ണ കൂടെ തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡും ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റായിട്ടുള്ള ലെയറുകളുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചപ്പാത്തി വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം. കൈവച്ചിട്ട് 2 വിരലുകൾ വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പാല് കൂടി ചേർത്തിരിക്കുന്ന കാരണം വളരെ സോഫ്റ്റായിട്ടുള്ള ലെയറുകളുള്ള ചപ്പാത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ നോൺ വെജിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.